ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, വിവരങ്ങൾ. ക്രിസ്ത്യന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒടുവിലത്തെ ആളും ഏറ്റവും അവസാനത്തെ ആളും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ജനുവരി 14 ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കരദാസിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും പ്രതിയായിരുന്നു ശങ്കരദാസ്. സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ ശങ്കരദാസിന് കൊല്ലം വിജിലൻസ് കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയിൽ ശങ്കരദാസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശങ്കരദാസിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ചികിത്സയ്ക്കായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജി ശങ്കരദാസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോടതി ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ച് ശങ്കരദാസ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതുവരെ SIT കുറ്റപത്രം സമർപ്പിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഏറ്റവും ഒടുവിലത്തെ SIT അറസ്റ്റ് രേഖപ്പെടുത്തിയ ആളും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടത്. രണ്ടുപേർ ഇതിനോടകം തന്നെ ഈ റിമാൻഡിൽ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ശങ്കരദാസും സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരി, സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.